Hi friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഇക്കണോമിക്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. ഇക്കണോമെട്രിക്സിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്ന. അപ്പം ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ആരാ അല്ലെങ്കിൽ യൂസ് ചെയ്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പവൽ ജിയോംബ എന്ന് പറയുന്ന പോളിഷ് ഇക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ തിയറിറ്റിക്കൽ ആൻഡ് അപ്ലൈഡ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന 1910 പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കിലാണ് ഈ ഒരു ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അതിനുശേഷം കൂടുതലായിട്ട് അത് ആ ഒരു ടേം അല്ലെങ്കിൽ അതൊരു സബ്ജക്ട്, ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്തത് റാഗ്നാർ എ.കെ. ഫ്രിഷും ജാൻ ടിൻബർഗനും ആണ് 1926. അവരാണ് ഒരു മോഡേൺ വേർഷൻ ഓഫ് ഇക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇക്കണോമെട്രിക്സ് കാര്യമായിട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണ്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇക്കണോമിക്സിലെ ആദ്യത്തെ നോബൽ പ്രൈസ് 1969 ഫസ്റ്റ് നോബൽ പ്രൈസ് ഇക്കണോമിക്സിൽ കിട്ടിയിട്ടുള്ളവരാണ് റാഗ്നാർ എ.കെ. ഫ്രിഷും ജാൻ ടിൻബർഗനും. അവരുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഡൈനാമിക് മോഡൽ ഫോർ ദി അനാലിസിസ് ഓഫ് ഇക്കണോമിക് പ്രോസസ്. ഇനി ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് ലിറ്ററലി നമ്മൾ പറയുകയാണെങ്കിൽ ഇക്കണോമിക്സ് പ്ലസ് മെഷർമെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി റാഗ്നാർ ഫ്രിഷിന്റെ ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് യൂണിഫിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക് തിയറി ആൻഡ് മാത്തമാറ്റിക്സ്. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു യൂണിഫിക്കേഷൻ അല്ലെങ്കിൽ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്താ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ് ഇക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ നമ്മൾ ഇക്കണോമെട്രിക്സിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ഇക്കണോമിക് ഫിനോമിനന്റെ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിട്ട് നമുക്ക് ഇക്കണോമെട്രിക്സിനെ കാണാം. അതല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക് ഡേറ്റയില് നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഇക്കണോമെട്രിക്സിനെ പറയാം. അല്ലെങ്കിൽ ഇക്കണോമിക് ഒബ്സർവ്ഡ് ഡേറ്റാസ് യൂസ് ചെയ്ത് ഇക്കണോമിക് ഫിനോമിനയെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നമ്മൾ നടത്തുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഇക്കണോമെട്രിക്സ് എന്ന് പറയാം. അപ്പം ഒന്ന് ഇതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇക്കണോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ചേർന്ന് അല്ലെങ്കിൽ മൂന്ന് സബ്ജക്റ്റുകൾ ചേർന്നതാണ്. ഇക്കണോമിക് തിയറി ഉണ്ട്, മാത്തമാറ്റിക്കൽ ടൂൾ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജി ഉണ്ട്. ഇതില് ഇക്കണോമിക് തിയറി നമുക്കറിയാം. ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻസ് ആണോ ആർട്ടാണോ അല്ലെങ്കിൽ ഇത്രമാത്രം വാലിഡ് ആണ് നമ്മുടെ ഇക്കണോമിക് തിയറീസ് എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പം ഇതിന്റെ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു വാലിഡിറ്റിനെ നമുക്ക് ആ ഒരു എത്രമാത്രം വാലിഡ് ആണ്, ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സഹായിക്കുന്ന അതും മാത്തമാറ്റിക്കൽ ടൂൾസിന്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജിയുടെയും സഹായത്തോടു കൂടി ഇക്കണോമിക് തിയറിയുടെ വാലിഡിറ്റി എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഇക്കണോമെട്രിക്സിന് കഴിയും. അപ്പൊ ഇക്കണോമെട്രിക്സിന്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കണോമിക് തിയറീസിന്റെ ആ ഒരു ഇംപിരിക്കൽ എവിഡൻസ് എന്തിനു കൊടുക്കുക, ആ ഒരു തെളിവുകൾ, ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഇക്കണോമിക് തിയറീസ് ആദ്യം അല്ലെങ്കിൽ ഇക്കണോമിക് ഫിനോമിന നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇംപിരിക്കൽ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇക്കണോമിക് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള സ്റ്റഡി, പ്രെഡിക്ഷൻസ് മേക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അല്ലെങ്കിൽ ഇക്കണോമിക് റിലേഷൻഷിപ്പ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഒരു ഹൈപ്പോത്തസിസ്, ഇക്കണോമിക് ബിഹേവിയർ ഉള്ള ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ഇക്കണോമിക് റിലേഷൻഷിപ്പിന് ന്യൂമറിക്കൽ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഇക്കണോമെട്രിക്സ് സഹായിക്കുന്നു. ഇനി ഗോൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കണോമെട്രിക്സിന്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇക്കണോമിക് തിയറീസിന് ഇംപിരിക്കൽ ആയിട്ടുള്ള എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ അനാലിസിസ്, ഇക്കണോമിക് ഡേറ്റാസ് അത് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ അനലൈസ് ചെയ്യാണ്. സോ അങ്ങനെ നമ്മൾ ഇംപിരിക്കൽ എവിഡൻസ് ഇക്കണോമിക് തിയറീസിന് കൊടുക്കുകയാണ്. ദെൻ അതുപോലെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, എങ്ങനെ മോഡലിംഗ്, എസ്റ്റിമേഷൻ, ഇൻഫറൻസ്, ഈ മൂന്ന് ടേംസ് പ്രത്യേകം ഓർത്തോണം. ഇത് പോകെ നമ്മൾ പറയും. ഇത് മോഡലിംഗ്, എസ്റ്റിമേഷൻ, ഇൻഫറൻസ് ഇക്കണോമെട്രിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ടേംസുകളാണ്. ഇപ്പം ടെസ്റ്റിംഗ്, തിയറീസ് ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല
ഇക്കണോമിക് വേരിയബിൾസിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പൊ നമ്മൾ എടുക്കുകയാണ്, സ്റ്റോക്ക് പ്രൈസ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണം. സോ എന്താണ് ഇക്കണോമെട്രിക്സ് അല്ലെങ്കിൽ ഇക്കണോമെട്രിക് മോഡൽസിലൂടെ നമുക്ക് സാധ്യമാകും. ദെൻ അതുപോലെ തന്നെ എന്താ ഇക്കണോമിക് വേരിയബിൾസിന്റെ ഒരു കോസാലിറ്റി, ആ കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻഷിപ്പിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇക്കണോമെട്രിക്സ് സഹായിക്കുന്നുണ്ട്. ദെൻ അതുപോലെ ഓരോ ഈ ഇക്കണോമിക്സിൽ അല്ലെങ്കിൽ ഇക്കണോമെട്രിക്സിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇക്കണോമിക് വേരിയബിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മള് ഇത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ, അതായത് ഇക്കണോമെട്രിക്സിൽ മോഡൽസ്, മാത്തമാറ്റിക്കൽ മോഡൽസ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അവിടെ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ടായിരിക്കും, ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻകത്തെ ഡിപ്പെൻഡ്, ഞാൻ പറയാണ് കൺസംഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻകം എന്ന് ഞാൻ പറയാണ്. അല്ലെങ്കിൽ ഇക്കണോമിക്സിൽ ഒരു തിയറിയിൽ പറയാം അല്ലെ, സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ, കെയ്ൻസിന്റെ അതിൽ പറയുന്നുണ്ട് ഇൻകം കൂടുമ്പോൾ കൺസംഷനും ഇൻക്രീസ് ചെയ്യുന്നു എന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൺസംഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം, കൺസംഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇൻകം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ, ഇൻകം ഒരിക്കലും കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറയുന്നില്ല. സോ അപ്പം അതെന്താണ്, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ ആണ്. അപ്പം ഇക്കണോമെട്രിക്സിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്നും പറയാറുണ്ട്. അപ്പം എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് പറയാൻ കൺഫ്യൂസ്ഡ് ആകരുത്. എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ. ഔട്ട്കം അഥവാ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിളിനെയാണ് ഔട്ട്കം വേരിയബിൾ എന്ന് പറയുന്നത്. ഇതും ഓർക്കാം. അപ്പം ഈ പറയുന്ന എക്സ്പ്ലനേറ്ററി ഫാക്ടേഴ്സ് അഥവാ എക്സ്പ്ലനേറ്ററി വേരിയബിൾ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ അഥവാ ഔട്ട്കത്തിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതിന്റെ ആ ഒരു തീവ്രത, അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, സോ അത് മനസ്സിലാക്കാൻ ഇക്കണോമെട്രിക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇക്കണോമെട്രിക്സ്, അതിന്റെ ഒരു വർക്കിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയിൽ നിന്നും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇക്കണോമിക് റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. എങ്ങനെ, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ഡെവലപ്പ് ചെയ്ത്. ഇപ്പൊ ഡേറ്റ എന്ന് പറയുമ്പോൾ ഓർക്കുക, സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്, പ്രൈമറി ഡേറ്റ ഉണ്ട്, സെക്കൻഡറി ഡേറ്റ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇക്കണോമെട്രിക്സിൽ പറയുമ്പോഴത്തേക്കും ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈമറി സെക്കൻഡറി എന്നല്ല പറയേണ്ടത്. നമ്മൾ ടൈം സീരീസ് ഡേറ്റ, ക്രോസ് സെക്ഷണൽ ഡേറ്റ ആൻഡ് പാനൽ ഡേറ്റ എന്ന് പറയും. 3 ടൈപ്പ് ഓഫ് ഡേറ്റാസ് ആണ് നമ്മൾ ഇക്കണോമെട്രിക്സിൽ കൂടുതലും പറയാറുള്ളത്. കാരണം എസ്റ്റിമേഷൻ ഒക്കെ ബേസ് ചെയ്യുന്ന അതിനെയാണ്. അപ്പം എന്താണ് ടൈം സീരീസ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഈ പറയുന്ന ഡേറ്റ ഉണ്ടല്ലോ, ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം 10 ഫാമിലി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ പറയുന്ന ഇൻകത്തിനെയും കൺസംഷനെയും ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഏത്, നമ്മുടെ കയ്യിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി ഉണ്ടായിരിക്കും, അവരുടെ കൺസംഷന്റെ ഡേറ്റ അല്ലെങ്കിൽ ആ കൺസംഷനും അതുപോലെ തന്നെ നമുക്ക് ഇൻകത്തെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻഫോർമേഷൻ ആണ് നമ്മൾ എന്താന്ന് പറയുന്നത്, ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു പക്ഷേ എന്താണ് ഒരു വർഷത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വർഷത്തെ മാത്രമായിരിക്കും, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരാം. സോ അപ്പം ഈ പറയുന്ന ഡേറ്റ, ഈ ഡേറ്റയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റേറ്റീവ് ഇക്കണോമിക് റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ പറയാണ് ഇവിടെ എന്താ നമ്മൾ ചെയ്ത്, ഇക്കണോമിക് തിയറിയും മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസും എല്ലാം കൂടെ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അനലൈസ് ചെയ്യാണ് എന്ത്, നമ്മുടെ സ്പെൻഡിങ്, അതായത് കൺസംഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ടോ ഇൻകം കൂടുമ്പം, ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം ഇതാണ്. ഇപ്പൊ ഒരു നമ്മളൊരു ഇക്കണോമിക് മോഡൽ സ്പെസിഫൈ ചെയ്യാണ്. ഈ മോഡൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എങ്ങനെയാ, ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് കേട്ടോ, നമ്മുടെ ഇക്കണോമിക് വേരിയബിൾസ് തമ്മിലുള്ള ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. y = a + bx എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, അത് ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും എന്താണ്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് വരുന്നത്, റൈറ്റ് സൈഡിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് വരുന്നത്. y എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കൺസംഷൻ ആയിട്ട് എടുത്തിരിക്കുന്നു, x എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അഥവാ ഇൻകം ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. a + b ഇപ്പൊ നോക്കണ്ട, അത് സ്ലോപ്പും ഇന്റർസെപ്റ്റും ആണ്. അത് പറയാം നമ്മൾ എന്താണ് റിഗ്രഷൻ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയും അത്. ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, എന്ത്, നമ്മുടെ ഔട്ട്കം വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ അഥവാ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ കാണിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. അതായത്
എക്സ് എന്ന് പറയുന്നത് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്തിരിക്കുന്നത്, വൈ എന്ന് പറയുന്ന നമ്മുടെ കൺസംഷൻ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം എന്ത് ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ്, അല്ലെങ്കിൽ എന്ത് ഫോം ഓഫ് മോഡൽ, ഫങ്ഷണൽ ഫോംസ് പലതുണ്ട്, ലീനിയർ ഉണ്ട്, ലോഗരിതമിക് ഉണ്ട്. അപ്പം ഏതാണ് ഫങ്ഷണൽ ഫോം എന്നൊക്കെ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഇക്കണോമിക് റീസണിങ്ങിനെ ബേസ് ചെയ്താണെന്നും കൂടെ ഓർക്കുക. ഇനി ഇക്കണോമിക്സിന്റെ ഒരു ടൈപ്പ്, ഇക്കണോമെട്രിക്സിന്റെ ഒരു ടൈപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്ലൈഡ് ഇക്കണോമെട്രിക്സ് ഉണ്ട്, തിയററ്റിക്കൽ ഇക്കണോമെട്രിക്സ് ഉണ്ട്. സോ ഈ അപ്ലൈഡ് ഇക്കണോമെട്രിക്സ് പേരിൽ തന്നെ ഉണ്ടെന്ന് എന്താണ് ആപ്ലിക്കേഷൻ ആണ് അല്ലെ. ഇക്കണോമിക് മെത്തേഡ്സ് നമ്മൾ എംപിരിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ എക്കണോമെട്രിക് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നു. ദെൻ തിയററ്റിക്കൽ ഇക്കണോമെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും പുതിയ ഇക്കണോമെട്രിക് തിയറീസ് അല്ലെങ്കിൽ മെത്തഡോളജി മോഡൽസ് ഡെവലപ്പ് ചെയ്യുക. അപ്പം ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, അപ്ലൈഡ് എക്കണോമെട്രിക്സ് ഉണ്ട്, തിയററ്റിക്കൽ ആയിട്ടുള്ള എക്കണോമെട്രിക്സ്. ഇനി കോമൺ ആയിട്ടുള്ള കുറച്ച് ഇക്കണോമെട്രിക് മോഡൽസ് നമുക്ക് നോക്കാം. ഒന്നാമത്താണ് ലീനിയർ റിഗ്രഷൻ മോഡൽ. ലീനിയർ അല്ലെങ്കിൽ ലീനിയാരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പം ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപ്പെൻഡന്റ് വേരിയബിളിലും ഒരേ സെയിം റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഒരേപോലാണ് ചേഞ്ചസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ലീനിയാരിറ്റി എന്ന് പറയും. ലീനിയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലീനിയാരിറ്റി ആണ് നമ്മൾ പറയും. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ എക്കണോമെട്രിക് മെത്തേഡ് ആണ് എന്ത്, ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇത് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മുടെ ലീനിയർ റിഗ്രഷൻ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എന്ത്, ലീനിയർ റിലേഷൻഷിപ്പ്, നമ്മുടെ ഔട്ട്കം വേരിയബിളും നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ നമ്മൾ ലീനിയർ റിലേഷൻഷിപ്പ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. OLS അഥവാ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ഇനി ഈ പറയുന്ന ലീനിയർ റിലേഷൻഷിപ്പ് അപ്പം അത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആകാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ആകാം. സിമ്പിൾ ലീനിയർ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, സിമ്പിൾ, അതായത് ഒരേ ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിൾ മാത്രമേ നമ്മുടെ മോഡലിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. സോ അതായത് കൺസംഷൻ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്മുടെ ഇൻകത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് പറയാം, ഒരേ ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിളേ ഉള്ളൂ. അപ്പൊ അത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ആണ്. ഇനി ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പറയാണ്, കൺസംഷൻ എന്ന് പറയുന്നത് ഇൻകത്തെ മാത്രമല്ല, നമ്മുടെ പ്രൈസിനെയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെയും ഒക്കെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ആണ്. കാരണം എന്താണ് മൾട്ടിപ്പിൾ എന്ന് പറയാൻ കാരണം, മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടിൽ കൂടുതൽ എന്തുണ്ട്, എക്സ്പ്ലനേറ്ററി വേരിയബിൾ അവിടെ വന്നു കഴിഞ്ഞു. ഇനി ലോഗ് ലീനിയർ മോഡൽസ്, ലോഗ് ലീനിയർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിലോ ഇൻഡിപെൻഡന്റ് വേരിയബിളിലോ നമ്മൾ ചെയ്യും. ഇലാസ്റ്റിസിറ്റീസ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ചില സമയത്ത് ലീനിയർ റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടാകണമെന്നില്ല, നോൺ ലീനിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പും ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനൊരു ഇതിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ അതായത് ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ നടത്തും. എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന ആ ഒരു മോഡല്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്ന മോഡല് അതിന്റെ വാലിഡിറ്റി ഒക്കെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ആ ലോഗ് മോഡൽസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്രോസ് സെക്ഷണൽ ഡേറ്റയുടെ സമയത്താണ്. ഇനി പാനൽ ഡേറ്റ മോഡല്, പാനൽ ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ടൈം സീരീസും ക്രോസ് സെക്ഷണൽ യൂണിറ്റ്സും കൂടെ കമ്പൈൻ ചെയ്ത് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് എന്തിനെ പറയാം, ഈ പറയുന്ന പാനൽ ഡേറ്റയെ കാണാൻ കേട്ടോ. അതായത് ടൈം സീരീസ് എലമെന്റ് കാണും, ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള യൂണിറ്റ്സും അതില് കാണും. രണ്ടും അതായത് ഡേറ്റാസ് പറയാം. അപ്പൊ പാനൽ ഡേറ്റ എന്ന് പറഞ്ഞ പാനൽ ഡേറ്റ മോഡൽ എന്ന് പറഞ്ഞ ഇതാണ്, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള മോഡൽ. അടുത്തത് ടൈം സീരീസ് മോഡൽ ആണ്. ടൈം സീരീസ് ഡേറ്റയുമായിട്ട് ഡീൽ ചെയ്യുന്ന മോഡലുകളാണ് ടൈം സീരീസ് മോഡൽ എന്ന് പറയുന്നത്. ടൈം സീരീസ് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് ടൈമില് നമ്മൾ എടുത്തിട്ടുള്ള ഡേറ്റേനെയാണ് നമ്മൾ ടൈം സീരീസ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ടൈം സീരീസ് മോഡലുകൾ സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യുന്നത് ഫോർകാസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ടും
അല്ലെങ്കിൽ ട്രേഡ് സൈക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ലാഗുകളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈം സീരീസ് ഇക്കണോമെട്രിക് മോഡൽസുകൾ എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഓട്ടോ റിഗ്രസീവ് മോഡൽ ഉണ്ട്, ദെൻ മൂവിങ് ആവറേജ് മോഡൽ ഉണ്ട്, ദെൻ അരിമ. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഓട്ടോ റിഗ്രസീവ് ഇന്റഗ്രേറ്റഡ് മൂവിങ് ആവറേജ് അഥവാ അരിമ മോഡൽ എന്ന് പറയുന്നത്. ടൈം സീരീസ് ഇപ്പോഴും ഫോർകാസ്റ്റിംഗിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ മോഡലാണ്. ഇൻസ്ട്രുമെന്റൽ വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എൻഡോജീനിയസ് ആകുന്ന പക്ഷം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ മോഡൽസ്. എൻഡോജീനിയസ്, എക്സോജീനിയസ്. അതായത് എൻഡോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ അഥവാ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മുടെ ഇറർ ടേം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മളൊരു മോഡൽ അസ്യൂം ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, പ്ലസ് അതുപോലെ ഇറർ ടേം എന്ന് പറയുന്നതും കൂടെ നമ്മൾ പറയും. ഇറർ ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് യു എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഒരു മോഡൽ നമ്മൾ അസ്യൂം ചെയ്യുമ്പോഴത്തേക്കും കാണിക്കുന്നത്. ഇറർ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അൺഒബ്സർവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ ഇപ്പം കൺസംഷൻ ഇൻകം എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഞാൻ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇൻകം മാത്രമല്ല കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ അല്ലെ, ഒരുപാട് മറ്റ് ഫാക്ടേഴ്സ് കാണും. അതും നമ്മൾ ഒബ്സർവ് ചെയ്യാത്ത ഒരുപാട് വേരിയേഷൻസ് അല്ലെ ഡിസ്റ്റർബൻസസ് ഒക്കെ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ഡിസ്റ്റർബൻസിനാണ് നമ്മൾ ഇറർ ടേം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ റെസിഡ്യുവൽ എന്നും പറയാറുണ്ട്. എന്തിനെ? ഇറർ ടേമിനെ റെസിഡ്യുവൽ എന്ന് പറയാറുണ്ട്. ഈ റെസിഡ്യുവല് നമ്മുടെ റിഗ്രഷൻ അനാലിസിസ് നമ്മൾ ഇനി പഠിക്കും, എന്താണ് റിഗ്രഷൻ എന്നൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം ഈ റെസിഡ്യുവല് ഒരു ഇമ്പോർട്ടന്റ് റോള് തന്നെ ഉണ്ട്. ഈ റെസിഡ്യുവൽ അഥവാ ഇറർ ടേം നമ്മുടെ എൻഡോജീനിയസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് പറയാം. എക്സ്പ്ലനേറ്ററി വേരിയബിളുമായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും എന്താ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ നമുക്ക് കിട്ടണം എന്നില്ല. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഇൻസ്ട്രുമെന്റൽ വേരിയബിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ്, ഇപ്പം എക്സ്പ്ലനേറ്ററി വേരിയബിള് നമ്മുടെ ഇറർ ടേമുമായിട്ട് കോറിലേഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് കാഷ്വൽ റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇക്കണോമെട്രിക് മോഡലാണ് ഇൻസ്ട്രുമെന്റൽ വേരിയബിൾ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രമാണ് എന്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള ഇക്കണോമെട്രിക് മോഡൽസ് എന്ന് പറയുന്നത്.